അങ്കോല ശിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് നടത്തിയ തെരച്ചിലിൽ ഒരു സ്കൂട്ടർ കൂടി ലഭിച്ചു. ഇന്ന് നടത്തിയ തെരച്ചിലിൽ ഒരു ടാങ്കർ ലോറിയുടെ എഞ്ചിന്റെ ഭാഗവും അർജുന്റെ ലോറിയിലെ മരത്തടിയും കണ്ടെത്തി. മുങ്ങൽ വിദഗ്ധർ ഈശ്വർ മൽപ തിരച്ചിൽ അവസാനിപ്പിച്ചു. അപമാനിതനായാണ് മടങ്ങുന്നതെന്നും ഈശ്വർ മൽപെ പറഞ്ഞു. ഈശ്വർ മൽപെ സമാന്തര സംവിധാനവുമായി തിരച്ചിൽ നടത്തുന്നത് അംഗീകരിക്കാനാകില്ല എന്നും സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ മോശമായി ചിത്രീകരിക്കുന്നത് തടയുമെന്നും സതീഷ് സെയിൽ MLA പ്രതികരിച്ചു. ഡ്രഡ്ജർ ഉപയോഗിച്ച് നടത്തുന്ന തിരച്ചിൽ 3 ദിവസം കൊണ്ട് അവസാനിപ്പിക്കില്ല എന്ന് കർണാടക ഫിഷറീസ് മന്ത്രിയും പറഞ്ഞു. മേജർ ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം നാളെ എത്തും. 3 ദിവಸದಿಂದ ಡ್ರಡ್ಜಿಂಗ್ ಮಿಷನ್ ತಂದುಕೊಂಡು ಶಾಸಕರು ಇಲ್ಲೇ ನಿಂತ್ಕೊಂಡು ಮತ್ತು ಜಿಲ್ಲಾಧಿಕಾರಿಗಳು SP ಮತ್ತು ಎಲ್ಲ ಅಧಿಕಾರಿಗಳು ಎಲ್ಲ ಸಹಾಯ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ಏನಾಗ್ತದೆ ನೋಡಬೇಕು. ಇನ್ನೂ ನಮಗೆ ಕರೆಕ್ಟಾಗಿ ಗಾಡಿ ಸಿಗದೇ ಇದ್ದರಿಂದ ಪ್ರಯತ್ನ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ಒಂದು 10 ದಿವಸ ನೋಡೋದು ಅಂದೇಳಿ ಪ್ಲ್ಯಾನ್ ಮಾಡ್ಕೊಂಡಿದ್ದಾರೆ. ಫಸ್ಟ್ ನಾವು 3 ದಿವಸ ನೋಡೋದು ಅಂತ ತಿಳ್ಕೊಂಡಿದ್ರು. ಒಂದು 10 ದಿವಸ ನೋಡೋದು ಅಂದೇಳಿ ಪ್ಲ್ಯಾನ್ ಮಾಡ್ಕೊಂಡಿದ್ದಾರೆ. ಸಿಗುವಲ್ಲವರೆಗೂ ಬೇಕು, ಆದರೆ ಎಲ್ಲಿದೆ ಅಂದೇಳಿ ಗೊತ್ತಿಲ್ಲದೆ ಇರೋದ್ರಿಂದ ಒಂದು 10 ದಿವಸ ಮಾಡಿ ನೋಡಬೇಕು. ನೋಡಿದ ಮೇಲೆ ಗೊತ್ತಾಗ್ತದೆ. നിങ്ങൾ നോക്കിയാൽ എത്ര ദിവസം ഞാൻ ഇവിടെ തേടാനുണ്ട്, എന്ന സൗകര്യമുണ്ട്. റൂം വിട്ട് തന്നെ ഉണ്ട്. ഒരു റൂം ഐബിൽ റൂം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ട്. പിന്നെ എന്നുണ്ട് നമ്മളെന്നെ ഡ്രഡ്ജർക്കാർക്ക് അത്ര പൈസ കൊടുത്ത് നമ്മളെ പൈസ കേൾക്കുമ്പോൾ നമ്മൾ കാലെ പോയിട്ട് ഇറങ്ങിയിട്ട് നോക്കാൻ പോറും. അവരൊന്നും ചെയ്യില്ല. ഞാനിപ്പോൾ എനിക്ക് ബേജാറായി. അവർ അതിന് ഞാൻ തിരിച്ചു പോകും. പിന്നെ വിഷമുണ്ടാക്കി അതിന് ഞാൻ തിരിച്ചു പോകുന്നുണ്ട്. Ishwar Malpe's problem, I am telling you. See, 10-12 days we are here, right? Yeah. He is very good person. He is a very good human being. Yeah, he is a very good human being, right? What he is doing? Every time he is saying that district minister has not helped me, yet not helped me. I have not taken any money. It is not correct, no? Yesterday, day before yesterday, I told him, I requested him, see, it is a water, okay? Everything is good. Okay, if something happens wrong, then everything is wrong. Okay. You got my point now. Even though we have requested, madam, give him the permission. We have told him. He is saying, I don't want anything. I can go inside. I do agree, boss. I'm the first person to salute him from the day one. Okay, but he should not take, and he is having his own some Facebook this thing. And today also department has seen that nobody has supported me. I have waited with dress with 2 hours. It is not fair, no. See, she is a DC. He is a district minister. I am MLA over here. Why I am standing every day? You tell me. Why minister has to come from Bhatkal to here now? ഇപ്പോൾ ശിരൂരിൽ നിന്ന് ഷെഫീഖ് നസ്രുള്ള ചേരുകയാണ്. ഷെഫീഖ്, ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനിശ്ചിതത്വം ഈ ഘട്ടത്തിൽ ഈ തെരച്ചിലിന് വേണ്ടി ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? കാരണം ഈശ്വർ മൽപ മടങ്ങി തെരച്ചിൽ അവസാനിപ്പിച്ച് അദ്ദേഹം പോവുകയാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അനിശ്ചിതത്വം ഇപ്പോൾ അവിടെ ഉണ്ടോ? ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധനയ്ക്ക് ഒരു അനിശ്ചിതത്വവും ഇല്ല. ഡ്രഡ്ജർ ഇപ്പോഴും പരിശോധന തുടരുകയാണ്. മണ്ണ് നീക്കം ചെയ്ത് പരിശോധിക്കുന്നുണ്ട്. ഡ്രഡ്ജർ നടത്തിയ പരിശോധനയിലാണ് നേരത്തെ ടാങ്കർ ലോറിയുടെ ഭാഗം കണ്ടെത്തിയത്. അതിൻ്റെ എൻജിൻ ഭാഗമാണ് കണ്ടെത്തിയിരുന്നത്. ഇന്നലെ ടാങ്കർ ലോറിയുടെ മറ്റ് 2 ഭാഗങ്ങൾ കൂടി കണ്ടെത്തി. ടാങ്കർ ലോറിയുടെ ഈ നദിയിൽ ഉണ്ടായ മുഴുവൻ ഭാഗവും കണ്ടെത്താൻ കഴിഞ്ഞു എന്നത് ആണ് കാര്യം. അതോടൊപ്പം അർജുൻ്റെ ലോറിയുടെ ഒരു ഭാഗവും ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. അർജുൻ്റെ ലോറിയുടെ പ്രധാന ഭാഗങ്ങളൊന്നും ഇതുവരെ ഒരു തെരച്ചിലും കണ്ടെത്താനായിട്ടില്ല. അതിൽ തടിക്കഷ്ണങ്ങളും അതോടൊപ്പം തന്നെ തടിക്കഷ്ണങ്ങൾ കെട്ടാൻ ഉപയോഗിച്ച കയറും ഈ അർജുൻ്റെ ലോറിയിൽ വെള്ളം സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു ക്യാനിൻ്റെ സ്റ്റാൻഡും മാത്രമാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. തെരച്ചിൽ തുടരുന്നുണ്ട്. എന്താണ് എന്നതിനെ സംബന്ധിച്ച് തെരച്ചിലിന് ശേഷമേ പറയാൻ പറ്റൂ എന്നാണ് മന്ത്രി അടക്കം സൂചിപ്പിച്ചത്. ജില്ലാ കളക്ടർ, ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി, ഈ പ്രദേശത്തെ MLA തുടങ്ങിയ ആളുകളൊക്കെയും ഈ തെരച്ചിൽ വിലയിരുത്തുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിരുന്നു. തെരച്ചിൽ 3
നടക്കും എന്നാണ് അറിയിച്ചിരുന്നത്. 3 ദിവസത്തെ കരാറായിരുന്നു ഡ്രഡ്ജർ കമ്പനിക്ക് നൽകിയിരുന്നത്. പക്ഷേ സ്ഥലം MLA സതീഷ് കൃഷ്ണ സെയിൽ സൂചിപ്പിച്ചത് 80 മണിക്കൂർ തെരച്ചിൽ നടത്താനുള്ള കരാറാണ് ഉള്ളത്. ഒരു ദിവസം 8 മണിക്കൂർ ആണിപ്പോൾ തെരച്ചിൽ നടക്കുന്നത്. നേരത്തെ 10 മണിക്കൂർ തെരച്ചിൽ നടക്കും എന്ന് പറഞ്ഞിരുന്നു, 8 മണി മുതൽ 6 മണി വരെ. പക്ഷേ 8 മണിക്കൂറാണ് ഒരു ശരാശരി തെരച്ചിൽ നടക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ 10 ദിവസം തെരച്ചിൽ നടത്തും എന്ന് സൂചിപ്പിച്ചു. മന്ത്രി സൂചിപ്പിച്ചിരുന്നത് എത്ര ദിവസം എന്നതല്ല, കണ്ടെത്തുന്നത് വരെ തെരച്ചിൽ നടത്തുന്നതിനുള്ള നടപടി സ്വീകരിക്കും എന്നാണ്. അത്തരത്തിൽ ഒരു കരാർ ഇനി പുതുക്കേണ്ടതുണ്ട്. അത് എത്രത്തോളം സാധ്യമാവും എന്നത് സംബന്ധിച്ചുള്ള ഒരു ആശങ്കയുണ്ട്. അതോടൊപ്പം നാളെയോടുകൂടി ഈ ഡ്രഡ്ജറിൻ്റെ പരിശോധന അവസാനിക്കേണ്ടതായിരുന്നു. പക്ഷേ അങ്ങനെ ഡ്രഡ്ജറിൻ്റെ പരിശോധന അവസാനിപ്പിക്കില്ല എന്നാണ് സ്ഥലം MLA പറഞ്ഞത്. നാളെ നാവികസേനയിലെ മുങ്ങൽ വിദഗ്ധർ ഇവിടെ എത്തും. ജില്ലാ ഭരണകൂടം അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ NDRFൻ്റെ സംഘത്തെയും നാളെ തെരച്ചിലിനായി വിളിച്ചിട്ടുണ്ട്. അവരുടെ സഹായം കൂടി തേടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘവും നാളെ എത്തും. ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ആദ്യം എത്തി ഇവിടെ ലോഹ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. വലിയ ലോഹ വസ്തുവിൻ്റെ ഒരു സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരും അത്തരത്തിൽ വലിയ വാഹനത്തിൻ്റെ ഒരു സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. ആ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഒരു തെരച്ചിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഡ്രഡ്ജർ ആ ഭാഗത്താണ് ഇപ്പോൾ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്തുകൊണ്ടുള്ള ഒരു പരിശോധന നടക്കുന്നത്. കൂട്ടത്തിൽ ഈ ഡ്രഡ്ജർ കമ്പനിയിലെ മുങ്ങൽ വിദഗ്ധരുണ്ട്. അവർ മുങ്ങി പരിശോധന നടത്തി ഏതെങ്കിലും ഭാഗത്ത് അസ്വാഭാവികമായ കാര്യങ്ങൾ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ലോഹ വസ്തുക്കളോ വാഹനത്തിൻ്റെ ഭാഗങ്ങളോ ഉണ്ടോ എന്ന കാര്യം പരിശോധിക്കുന്നു. ആ ഭാഗത്തു നിന്ന് മണ്ണ് നീക്കം ചെയ്തുകൊണ്ടുള്ള പരിശോധന നടക്കുന്നു. മണ്ണുമാന്തി യന്ത്രം മണ്ണ് എടുത്ത് ഉയർന്നതിനു ശേഷം അതിനകത്ത് എന്തെങ്കിലും വസ്തുക്കളുണ്ടോ എന്ന പരിശോധന നടക്കുന്നു. അങ്ങനെ ഡ്രഡ്ജർ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിൽ നടക്കുന്നു. അതിൽ ഒരു തരത്തിലുള്ള അനിശ്ചിതത്വവും ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇതിന് സമാന്തരമായിരുന്നു ഇവിടെ ഈശ്വർ മാൽപ്പയുടെ തെരച്ചിൽ നടത്തിയിരുന്നത്. വലിയ യന്ത്രങ്ങൾ ഉപയോഗിച്ച് തെരച്ചിൽ നടക്കുന്നിടത്ത് സമാന്തരമായൊരു മുങ്ങൽ വിദഗ്ധൻ മുങ്ങി പരിശോധന നടത്തുന്നതിൽ സുരക്ഷാ പ്രശ്നമുണ്ട് എന്ന് ജില്ലാ കളക്ടർ സൂചിപ്പിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ കളക്ടർ അനുമതി ഇപ്പോൾ താൽക്കാലികമായി നൽകാതിരുന്നത്. ഈ ഡ്രഡ്ജർ നടത്തുന്ന പരിശോധനയുടെ സമീപത്ത് മുങ്ങുന്നത് സുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്ന കാര്യമാണ് ജില്ലാ കളക്ടർ സൂചിപ്പിച്ചത്. അതുകൊണ്ടാണ് താൽക്കാലികമായി ഈ പുഴയിൽ പരിശോധന നടത്തുന്നതിനുള്ള അനുമതി നിഷേധിച്ചത് എന്ന വിശദീകരണമാണ് ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് ലഭ്യമാവുന്നത്. അതിനപ്പുറം മുങ്ങി പരിശോധിക്കുന്നതിന് ഒരു തരത്തിലുമുള്ള തടസ്സമില്ല എന്നാണ് സൂചിപ്പിച്ചത്. അതോടൊപ്പം തന്നെ ആദ്യം വളണ്ടിയർ സേവനം എന്ന സ്വഭാവത്തിലാണ് ഈശ്വർ മൽപ്പെ ഇവിടെ എത്തിയിരുന്നത്. പിന്നീട് പണം ആവശ്യപ്പെടുന്ന ഒരു ഘട്ടം വന്നു. അങ്ങനെ വരുമ്പോൾ സാമൂഹ്യ മാധ്യമം വഴി സർക്കാരിനെയും ജില്ലാ ഭരണകൂടത്തെയും ഒക്കെ വിമർശിക്കുന്ന തലത്തിൽ അദ്ദേഹം നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് സ്ഥലം MLAയും സൂചിപ്പിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈശ്വർ മാൽപ്പയുടെ ഒരു മുങ്ങി പരിശോധന നടത്തുന്നതിന് ഒരു തടസ്സം വന്നത്. അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങി. നമ്മളോട് അദ്ദേഹം പറഞ്ഞത് താൻ അപമാനിതനായി തിരിച്ചു പോവുകയാണ്. ജില്ലാ ഭരണകൂടം ഔദ്യോഗികമായി ക്ഷണിക്കുകയാണെങ്കിൽ ഇനി വീണ്ടും വന്ന് പരിശോധന നടത്തും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അദ്ദേഹം നടത്തിയ പരിശോധനയിലാണ് ഇന്നലെ ടാങ്കർ ലോറിയുടെ പ്രധാനമായ 2 ഭാഗങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞത്. ആ ഘട്ടത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചിരുന്നത് 3 പേരെ കണ്ടെത്താനുണ്ട്. 3 പേരെ കണ്ടെത്താനും അവരുടെ കുടുംബങ്ങൾക്ക് താൻ ഒരു വാക്ക് നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വാക്ക് പാലിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇവിടെ എത്തിയത് എന്നാണ് ഈശ്വർ മൽപ്പെ സൂചിപ്പിച്ചിരുന്നത്. അവരോടുള്ള വാക്ക് പാലിക്കുന്നതിൻ്റെ ഭാഗമായി ഇവിടെ എല്ലാ ദിവസവും തെരച്ചിൽ നടത്തും എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ വെള്ളത്തിലിറങ്ങാനുള്ള അനുമതി ജില്ലാ ഭരണകൂടം നിഷേധിച്ചതോടുകൂടിയാണ് ഈശ്വർ മൽപ്പയ്ക്ക് മടങ്ങേണ്ടി വന്നത്. അതിന് കാരണമായി ജില്ലാ ഭരണകൂടം പറയുന്നത് ഈ യന്ത്രങ്ങൾ ഉപയോഗിച്ച് തെരച്ചിൽ നടക്കുന്ന സ്ഥലത്ത് മനുഷ്യൻ മുങ്ങിപ്പരിശോധന നടത്തുന്നത്, സമാന്തരമായി മുങ്ങിപ്പരിശോധന നടത്തുന്നത് സുരക്ഷാ ഭീഷണിയാണ്. അതുകൊണ്ടാണ് അത്തരത്തിലൊരു അനുമതി നൽകാൻ തടസ്സമാവുന്നത്. ഇപ്പോൾ ഡ്രഡ്ജർ കമ്പനിയിലെ മുങ്ങൽ വിദഗ്ധർ മുങ്ങുന്നുണ്ട്. അത് ഈ ഡ്രഡ്ജർ കമ്പനി ഉദ്യോഗസ്ഥരും അതിലെ സാങ്കേതിക വിദഗ്ധരും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്തിയതിനു ശേഷമാണ് മുങ്ങിപ്പരിശോധന നടക്കുന്നത്.